ഹല്ലേലൂയ. സ്തോത്രം. ഇത്രയും നേരം നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും തക്കവണ്ണം നമുക്കെയും ഇടയായി. പാസ്റ്ററിന് നന്ദി പറയുന്ന കാരണം എനിക്ക് ആ സമയത്ത് ഒരു റെസ്റ്റ് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അത് ദൈവഹിത പ്രകാരം തന്നെയാണ് ഏറ്റെടുക്കേണ്ടതായത്. ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. ടെൻഷനുണ്ടായിരുന്നു, എന്നാലും ഇതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് അതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയുവാൻ ആഗ്രഹിച്ച 2 കാര്യങ്ങളെ ഫസ്റ്റ് ആദ്യത്തെ മെസ്സേജിൽ കൂടെ ഇവിടെ പറയാനിടയായി. തലമുറയുടെ കാര്യവും ജീവിത സാക്ഷ്യവും. നമ്മുടെ ഹൃദയത്തിൽ ആ വചനം ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഷയെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത്. അതിൻ്റേതായ വിടുതലുകൾ നമ്മൾ പ്രാപിച്ചു. അതിൽ നിന്ന് നമുക്ക് ഓരോരുത്തരോടും വ്യക്തമായി ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത വചനത്തിന് വേണ്ടി നമുക്ക് കേൾക്കാം. അതിന് നേരത്തെ എൻ്റെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, മാനസികമായ ചിന്താഗതി. പാസ്റ്റർ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം ഒരു വലിയ പായസം നിങ്ങളുടെ മുന്നിൽ വിളമ്പി തൃപ്തരായിട്ട് പിന്നെ എങ്ങനെ ഞാൻ പറയുമെന്നൊരു ചിന്ത. പക്ഷേ ദൈവവചനത്തിൻ്റെ ഒരു തിരിച്ചറിവ് എന്നെ അതിൽ നിന്ന് മാറ്റുവാനിടയായി. ദൈവവചനം ആര് പറഞ്ഞാലും ദൈവവചനത്തിൻ്റെ ശക്തി ഒന്ന് തന്നെയാണ്. അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. വേണ്ടുന്നിടത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കും. അത് കിട്ടിയതിപ്പോൾ ഞാൻ ഒരു ടെൻഷൻ എനിക്ക് മാറിക്കിട്ടി. ഇപ്പം എനിക്ക് അല്ലാതുള്ളൊരു ടെൻഷനേ ഉള്ളൂ അവസാനം പറയേണ്ടി വരുന്നത്. അത്ര നേരം ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ദൈവത്തിൻ്റെ കൃപയിലോ സന്നിധിയിലോ ദൈവം ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. 2 രാജാക്കന്മാർ 20-1 വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനത്തെക്കുറിച്ച് ഇവിടെ കേൾക്കാത്തതായിട്ട് അല്ലെ അറിയാത്തതായിട്ട് അധികം ആൾക്കാർ കാണത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പലപ്പോഴായിട്ട് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഹിസ്കിയാവിൻ്റെ രോഗം, അതിൽ നിന്ന് ലഭിച്ച സൗഖ്യം എന്ന് പറയുന്നത്. ഇതിൽ ദൈവവചനത്തിൽ ഹിസ്കിയാവിൻ്റെ 3 വീഴ്ചകളെ കുറിച്ചാണ് പറയുന്നത്. 3 വീഴ്ചകൾ എന്ന് പറയുന്നത്, അത് ഒന്നെന്ന് പറയുന്നത് സൻഹേരിബിന് തൻ്റെ ശത്രുവിന് കീഴടങ്ങി എന്നൊരു വിഷയം. 2 പറയുന്നത് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് തക്കവണ്ണം ദൈവത്തിന് സ്തുതി അർപ്പിച്ചില്ല എന്നുള്ളത്. 3 പറയുന്നത് ചാരന്മാരെ തിരിച്ചറിഞ്ഞില്ല. ഈ 3 വീഴ്ചകളാണ് ഹിസ്കിയാവിനെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയാം. വീഴ്ചകളെ കുറിച്ച് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം വീഴ്ചകൾ അദ്ദേഹത്തിന് സംഭവിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മോശപ്പെട്ട വ്യക്തിയായിരുന്നില്ല. ജീവിതത്തിൽ ആർക്കും എന്ത് സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം. ദൈവവചനത്തിൽ ഓരോരുത്തർക്കും ഓരോ വ്യക്തികളുടെ വീഴ്ചകൾ എഴുതിയിരിക്കുന്നത് അത് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിൽ നിന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ മുന്നേറുവാനാണ്. അദ്ദേഹം വളരെ നല്ലൊരു രാജാവായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതിലെ 2 കാര്യങ്ങൾ, 2 വീഴ്ചകൾ ഇപ്പോൾ വായിച്ച ഭാഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒന്ന് ഇതിനു മുമ്പ് സംഭവിച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, ശത്രുവിന് കീഴടങ്ങുക എന്ന് പറയുന്നത്. ഹിസ്കിയാവിന് ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഇദ്ദേഹത്തിന് രോഗം സംഭവിച്ചു. അദ്ദേഹം എന്തു പറഞ്ഞു? ദൈവത്തോട് നിലവിളിച്ചു. അദ്ദേഹം നിലവിളിച്ചു പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഹിസ്കിയാവിന് ദൈവത്തെ നല്ലവണ്ണം അറിയാവുന്നു. ഈ യഹോവ ആരാണെന്ന് ഈ രാജാവിന് നല്ലതുപോലെ അറിയാമായിരുന്നു. ഇദ്ദേഹം ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇദ്ദേഹത്തെ പറയുന്നതും ശമൂവേൽ പ്രവാചകന് കാര്യങ്ങൾ കേട്ടുകൊണ്ട് പിന്നെ ദാവീദ് പ്രവർത്തിച്ചതുപോലെ അത്രയും ഒരു പ്രവാചകന്റെ വാക്കുകൾ കൃത്യമായി കേട്ട് പ്രവർത്തിച്ച ഒരു രാജാവായിട്ടാണ് ഹിസ്കിയാവിനെ പറ്റി പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ ഓരോ ആലോചനകളെയും അദ്ദേഹം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു എന്നൊരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയാറുണ്ട്. ഹിസ്കിയാവ് ഒരുപാട് കാര്യങ്ങൾ ദൈവം പറഞ്ഞത് പ്രകാരം ചെയ്തിട്ടുണ്ട്. എന്നാൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഹിസ്കിയാവിൻ്റെ നേരെ ശത്രു വന്നു ഒരു വെല്ലുവിളിക്കുന്നതായ ഒരു ഭാഗത്തെക്കുറിച്ച് ഇതിനു മുമ്പത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പം സൻഹേരിബ് ആ ശത്രു അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ നേരെ എന്തുണ്ടായിരുന്നു? യുദ്ധങ്ങളുണ്ടായിരുന്നു. ഇവർക്കൊരു സമാധാനം കൊടുക്കാത്ത രീതിയിൽ യുദ്ധങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്ത ഒരു ആലോചനയുണ്ട്. ദൈവം പറഞ്ഞു, ഞാൻ വിടുവിക്കുമെന്ന് പറഞ്ഞു. കാരണം ഈ ശത്രുവിൻ്റെ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. ഈ ശത്രുവിൻ്റെ വാക്കുകളെ കേട്ടിട്ടാണ് അതിന്മേലൊരു ദൈവം ഒരു
ശത്രു യഹോവയെ അപമാനിച്ചത് കേട്ട് ദൈവത്തെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് കേട്ടിട്ട് ദൈവം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീർന്നു. പക്ഷെ ആ പ്രവർത്തിച്ച പ്രവൃത്തി എന്ന് പറയുന്നത് ഹിസ്കിയാവ് വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. അവരുടെ കൂടെ മനുഷ്യ പുജമേ ഉള്ളൂ. ജനത്തോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കൂടെയോ അതിലും വലിയവനുണ്ട്, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ ഒരു കാര്യം പറഞ്ഞ് ജനമൊക്കെ എന്ത് വന്നു? ധൈര്യപ്പെട്ടു. ആ ഹിസ്കിയാവിന് ഉറപ്പുണ്ടായിരുന്നു. യഹോവയിൽ നിന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവിന് ഉറപ്പായി, ദൈവം നമ്മളോട് കൂടെയുണ്ട്, ഇനി യഹോവ എന്ത് ചെയ്തുകൊള്ളും? യുദ്ധം ചെയ്തുകൊള്ളും. അവരത് വിശ്വസിച്ചു. അവർ മുഴുവനും ജനവും രാജാവും ഒക്കെയും ആ ഒരു ഇതിന്മേൽ വിശ്വസിച്ചു. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഒരൊറ്റ രാത്രിയിലോ ഒരൊറ്റ ദൂതനെ അയച്ചു വിട്ടിട്ട് 1,80,000 പേർ ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ 1,80,000 പേർ ഒരൊറ്റ യൂതനാൽ തകർക്കപ്പെട്ട അവിടെ കിടക്കുകയാണ്. ആര് യുദ്ധം ചെയ്തോ? യഹോവ യുദ്ധം ചെയ്തു. നമ്മുടെ ഓരോ വിഷയത്തിനുമേലും നമുക്കുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട് ഇതാണ്. നമ്മൾ ശത്രുവിനെ കണ്ട് ഭയപ്പെട്ടു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിഷയത്തിനുമേലും നമ്മളോട് പാറുണ്ട്. എന്തിനേക്കാളും വലിയവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായി. നമ്മുടെ വിഷയങ്ങളെ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ദൈവത്തിന് എത്ര നേരം വേണം പ്രവർത്തിക്കുവാൻ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശരീരമായി ബുദ്ധിമുട്ടിയപ്പം ഞങ്ങളെന്തോ സംസാരിച്ച കൂട്ടത്തിൽ സമൂഹൽ എന്നോട് പറഞ്ഞു, അമ്മ ഈ രോഗം മാറുന്ന രോഗമല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തിന് മാറ്റാൻ കഴിയുമല്ലോ മോനെ. അപ്പം പിന്നെ അതെ അമ്മ, ദൈവം എന്തോരം കാര്യമാണ് ചെയ്തേക്കുന്നത്. കുറേ ആൾക്കാരെ സൗഖ്യപ്പെടുത്ത കാര്യങ്ങൾ അവൻ പറഞ്ഞു. ദൈവത്തിന് സെക്കൻഡ് നേരം മതിയമ്മേ സൗഖ്യപ്പെടുത്തുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സകല വിഷയത്തിനുമേലും, ഒരു രോഗമെന്നല്ല, ഏത് വിഷയത്തിനുമേലും പ്രവർത്തിക്കുവാൻ സെക്കൻഡ് പോലും വേണ്ട. അത്രയും വലിയവനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശത്രുവിന് കീഴടങ്ങിയിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. സൻഹേരിബിനെ കുറിച്ചുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത് ശത്രുവിന് കീഴടങ്ങിയ ഒരിക്കലും ശത്രുവിന് കീഴടങ്ങുവാനായി ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ കൂടെ യുദ്ധം ചെയ്യുവാനായിട്ട് നമ്മുടെ ദൈവമുണ്ട്. ഏത് അവസ്ഥയിലും നമ്മൾ അവനിലൊന്ന് ആശ്രയിച്ചാൽ മതി, അവൻ്റെ കാര്യത്തിലോട്ട് അവനിലേക്കൊന്ന് വിട്ടുകൊടുത്താൽ മതി, ബാക്കി ദൈവം ചെയ്തുകൊള്ളും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതും, ഈ സമയത്ത് ഈ ഒരു രോഗം വന്നപ്പോൾ ഇദ്ദേഹം കരഞ്ഞതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തിനൊരു സന്തതിയില്ലായിരുന്നു. ഈ ഒരു ഭരണം ഏൽപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിനൊരു മകനില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു വിഷയം. കാരണം ഇദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു തലമുറയില്ല ഇത് കൈമാറുവാനായിട്ട്. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് അദ്ദേഹത്തിനൊരു മകനില്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ഇതിനുമേൽ കരയുവാനിടയായിട്ട് ഇത്രയധികം വേദനിച്ചു വന്നു. ദൈവം അവനൊരു മകനെ കൊടുത്താരെ. നമുക്കറിയാം, പിന്നീടുള്ള 21-ാം വാക്യം തുടങ്ങുമ്പം മനുഷ്യയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പം മനുഷ്യ എന്ന് പറയുന്ന ഒരു മകനെ കൊടുക്കുവാനിടയായി തീർന്നു. ഇനിയും ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ എന്താ ദൈവം ചെയ്തത്? തുടർന്ന് നമ്മൾ 20-ാം അധ്യായത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും, ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇപ്പം നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യ ക്രമത്തിലാക്കാന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഇദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. അദ്ദേഹം വാതിക്കൽ എത്തുന്നതിന് മുമ്പ് തിരിച്ചു മറുപടി വന്നു, നീ തിരിഞ്ഞു ചെല്ലുക, ചെന്നിട്ട് പറയുക, നീ 3 ദിവസത്തിനുള്ളിൽ ആലയത്തിലേക്ക് സൗഖ്യം പ്രാപിച്ച് ആലയത്തിൽ കടന്നു പോകുമെന്ന് പറയാം. അത്ര നേരം കൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വിടുതൽ കൊടുത്തു. അത് ഇപ്പം ഈ രാജാവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവം ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില നല്ല കാര്യങ്ങളെ അദ്ദേഹം ഏറ്റെടുത്ത് പറയുവാനിടയായി തീർന്നു. അദ്ദേഹം അങ്ങ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ദൈവം അദ്ദേഹത്തിന് വിടുതൽ കൊടുക്കുവാനിടയായി തീർന്നു. ആ വിടുതലിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് നമുക്കറിയാം. അതിൻ്റെ ഒരു വേണമെങ്കിൽ ഒന്ന് വായിച്ചു. അതിൻ്റെ ആ ഒരു വിടുതൽ എന്ന് പറയുന്നത്, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം 6-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചോ. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തു രക്ഷിക്കും. ഹല്ലേലൂയ. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, പിന്നെ ഇതിനൊരു തെളിവൂടെ കൊടുക്കുന്നുണ്ട്. 11-ാം വാക്യം. അവൻ ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി പിന്നോക്കം തിരിയുമാറാക്കി. ഹല്ലേലൂയ. വലിയൊരു അത്ഭുതം ഇവിടെ കാണുന്നത് അല്ലേ? എന്താ പറഞ്ഞേ? സൂര്യൻ 10 പടി പുറകോട്ട് പോയെന്ന്, 10 നിഴൽ പുറകോട്ട് പോയെന്ന്. ആര്? സൂര്യൻ. വലിയൊരു അത്ഭുതമാണ് ഇവിടെ തെളിവായിട്ട് കൊടുത്തത്. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്, വലിയൊരു അടയാളം കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ അടയാളങ്ങൾ തന്നിട്ടുണ്ടോ?
നമ്മൾ ചിന്തിക്കും സൂര്യൻ പോയിട്ടില്ലല്ലോ, അന്ന് യോശുവ പറഞ്ഞ പോലെ ചന്ദ്രനും സൂര്യനും അവിടെ തന്നെ നിന്നില്ലല്ലോ, ഇത് മാത്രമാണോ വലിയ അടയാളങ്ങളെന്ന് പറയുന്നത്? നാം എന്ന മനുഷ്യനെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റുന്ന, നമ്മുടെ ഹൃദയത്തിന് മാറ്റം വരുത്തിയ, പണ്ട് കണ്ടുകൊണ്ടിരുന്നവനേക്കാളും ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന, പണ്ട് ചെയ്ത പാപങ്ങളിൽ നിന്നോ പണ്ട് ചെയ്ത പ്രവൃത്തികളിൽ നിന്നോ ഒറ്റ നിമിഷം കൊണ്ട് ഈ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മറ്റുള്ളവർ തരുന്ന രീതിയിൽ നമുക്ക് പരിവർത്തനം ചെയ്തതൊരു അടയാളമല്ല, വലിയൊരു അത്ഭുതമല്ലേ? നിങ്ങൾ എന്ത് ചെയ്തിട്ടാ? ചിലവർ അപ്പനും അമ്മയോട് ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്തിട്ടാ ഈ കൊച്ചനെ ഇത്രയും മാറ്റിയത്? ചിലവർ ഭാര്യമാരോട് ചിലവരിക്കും ഭർത്താവ് എങ്ങനെ മാറി, അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് ഈ ഭാര്യയ്ക്ക് എങ്ങനെ ഇത്ര മാറ്റം, അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ചില പണ്ടത്തെ സ്വഭാവങ്ങളൊക്കെ അറിയാവുന്നവർ ചോദിക്കും, നീ എങ്ങനെ മാറി? എങ്ങനെ? ഒരാളുടെ ഹൃദയത്തിൽ വന്നപ്പോൾ നമുക്ക് പരിവർത്തനം സംഭവിച്ചത്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ പ്രവൃത്തികൾക്ക് പരിവർത്തനം സംഭവിച്ച വലിയൊരു അത്ഭുതമല്ലേ? അതൊരൊറ്റ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓർത്താൽ പോരെ നമുക്ക് ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കാൻ. കർത്താവേ, ഞാൻ എവിടെയായിരുന്നു, ഇപ്പോൾ ഞാൻ എന്താണ് അനുഭവിക്കുന്നത്, ഞാൻ എന്തോരം മാറി. അതുപോലെ വലിയൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഓർക്കുമ്പോഴാണ് ആ അത്ഭുതത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് ഈ ആഹാസിന്റെ ഘടികാരം എന്ന് പറയുമ്പോൾ സൂര്യൻ ആ 10 നിഴൽ പുറകോട്ട് പോയി എന്നാണ് പറയുന്നത്. വലിയൊരു അത്ഭുതമാണ് ഇത്. ഭൂമിയൊക്കെ മറിഞ്ഞ ഒരു അത്ഭുതം എന്നാണ് പറയുന്നത്. ഫെൻഡൻ പരിഭാഷയിൽ ഇതിന് ഭൂമിക്ക് സംഭവിച്ച അതിശയകരമായ സംഭവം എന്ന് പറയുന്നു. ബെർഗ്ലി പരിഭാഷയിൽ ദേശത്തിന് സംഭവിച്ച അടയാളം എന്ന് പറയുന്നു. പിന്നെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അനേക ചരിത്രങ്ങളിലും ഈ ഒരു അടയാളം, ഭൂമിക്ക് സംഭവിച്ച അടയാളമെന്നോ അത്ഭുതമെന്നോ രീതിയിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഇത് അറിയുവാനാണ് ഹിസ്കിയാവിൻ്റെ അടുക്കിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നത്. ബാബിലോണിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുവാനിടയായി ചെന്നു. യഥാർത്ഥത്തിൽ ഇതറിയാം. 2 ദിനവൃത്താന്തം 32-ാം വാക്യത്തിൻ്റെയും 32-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെ കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്കിലും ദേശത്ത് സംഭവിച്ചിരിക്കുന്ന അതിശയത്തെക്കുറിച്ച്, ദേശത്ത് സംഭവിച്ച അതിശയം അറിഞ്ഞിട്ടാണ് ബാബിലോണിൽ നിന്ന് ആൾക്കാർ ഹിസ്കിയാവിൻ്റെ അടുക്കൽ വന്നത്. എന്നാൽ ഹിസ്കിയാവ് അതിന് പകരം എന്താണ് കാണിച്ചു കൊടുത്തത്? ഹിസ്കിയാവ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതാപവും തൻ്റെ സമ്പത്തായിരുന്ന കാര്യങ്ങളും തൻ്റെ പുകഴ്ചയ്ക്കായിരുന്ന കാര്യങ്ങളും ആലയത്തിലെ വസ്തുക്കളും ഒക്കെയും ആർക്ക് കാണിച്ചു കൊടുത്തു? ഈ കടന്നു വന്നവർക്ക് കാണിച്ചു കൊടുത്തു. അവർ കാണാൻ വന്നത് എന്തായിരുന്നു, എന്തിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടാണ് അവർ ഹിസ്കിയാവിൻ്റെ അടുക്കിലേക്ക് വന്നത്. പക്ഷെ അവൻ എന്താണ് പ്രസൻറ്റ് ചെയ്തത് അവരുടെ മുന്നിൽ? നമ്മുടെ ജീവിതത്തിലെ ചില അത്ഭുതങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ചില വ്യത്യാസങ്ങൾ നടക്കുമ്പോഴൊക്കെയും മനുഷ്യനെ നമ്മളുടെ അടുക്കിലേക്ക് ദൈവം അയക്കുന്നത് എന്തിനാണെന്നറിയാവോ? ദൈവം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പറയുവാനായിട്ടാണ്, നമ്മുടെ സാക്ഷ്യങ്ങളെ അവരോട് സംസാരിക്കുവാനായിട്ടാണ്, നമ്മുടെ കഴിവിനെക്കുറിച്ച് അവരെ പ്രസൻറ്റ് ചെയ്യിക്കാനാണ്. നമ്മൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. നാം ഓരോരുത്തരും നിലനിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. നാം ഓരോ വ്യക്തിയോട് ഇന്ന് പറഞ്ഞു, ജീവിത സാക്ഷ്യം മറച്ചു വെക്കരുത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളെ നൽകി അതിനെ വളർത്തി അതിന്റെ മുന്നിൽ നമ്മളെ നിർത്തിക്കുന്നതിന്റെ മുന്നിൽ ദൈവം പ്രവർത്തിക്കുന്നത് എത്ര പ്രവൃത്തിയാണെന്നറിയോ? ദൈവത്തിന്റെ സമയം ദൈവം നോക്കിയിരിക്കുക, നമ്മളെ ഓരോ നിമിഷം കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നങ്ങളെ ഇട്ട് തരുമ്പോൾ, നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം വെക്കുമ്പോൾ, ഇവൻ ഇതിന്മേൽ എന്ത് പ്രവർത്തിക്കും, ഇതിനെ എങ്ങനെ ചാടിക്കടക്കും, ഇതിനെ എങ്ങനെ ജയിക്കും എന്നിൽ ആശ്രയം ദൈവം ശക്തി പകർന്നുകൊണ്ടിരിക്കുക. കാരണം ഇത് കടന്നിട്ട് വേണം അനേകരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ. ഇതിന്മേൽ ജയം നേടിയിട്ട് വേണം, അതിന് കൊള്ളാവുന്നതിനായി കണ്ടിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. വെറുതെ അല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. ദൈവം നമ്മൾ ചോദിക്കാറുണ്ട്, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും ഞാൻ നിന്റെ സന്നിധി വന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇത്രയും കഷ്ടത, എന്തിനെനിക്ക് ഇത്ര പ്രയാസം? വെറുതെ അല്ല, ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ്. കാരണം നമ്മളിൽ ഒരു പ്രത്യാശയുണ്ട്, ദൈവത്തിനൊരു സ്നേഹമുണ്ട്. എൻ്റെ മകനെ നിനക്കിത് സാധിക്കുമെന്നുള്ളൊരു പ്രത്യാശ, നിന്നെ കൊണ്ട് ഇത് കഴിയും, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എൻ്റെ ഒരു ടൂളാണ് നീ, ഇത് കഴിഞ്ഞിട്ട് വേണം നീ അനേകർക്ക് സാക്ഷിയായി നിൽക്കാൻ. അങ്ങനെ ജീവിതത്തിൽ തന്ന എത്ര സാക്ഷ്യങ്ങളെ ഇന്ന് നമ്മൾ കുഴിച്ചു മൂടിയിട്ടുണ്ട്. എത്ര അനുഭവങ്ങളെയാണ് നമ്മൾ ഇന്ന് പുറകോട്ട് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതായ അനേകര് ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതായ നമ്മുടെ അനുഭവങ്ങൾ, അതാണ് നമ്മൾ കുഴിച്ചു മൂടിയിരിക്കുന്നത്. പകരം നമ്മുടേതായ കുറെ സന്തോഷങ്ങൾ നമ്മൾ പുറത്തോട്ട് കാണിക്കും. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല.
സന്തോഷമൊക്കെ പറഞ്ഞു. പക്ഷെ ആദ്യം ഒരു മനുഷ്യൻ്റെ മേൽ കൊടുക്കേണ്ടത് നമ്മുടെ ദൈവം നമ്മളിൽ മേൽ പ്രവർത്തിച്ച നമ്മുടെ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. അതാണ് ഓരോ അനുഭവത്തിൻ്റെ പുറകെ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഹിസ്കിയാവിന് സംഭവിച്ച ഒരു വീഴ്ച എന്ന് പറയുന്നതും അവൻ തൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു, തന്നെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചു. അത് വചനത്തിൽ തന്നെ ആ 2 ദിനവൃത്താന്തം 32-ാം വചനത്തിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. ഇവിടെ തന്നെ നമ്മൾ വായിച്ചു, അവൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെ അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം വിട്ടുകൊടുത്തു. നമ്മൾ മുമ്പ് വായിച്ച 31-ാം വാക്യത്തിൽ വായിച്ചതാണ്. എന്തുകൊണ്ട്? അവൻ്റെ ഹൃദയത്തിലുള്ളത് അവൻ അറിയേണ്ടതിന്. കാരണം വലിയൊരു അത്ഭുതം ജീവിതത്തിൽ സംഭവിച്ചിട്ട് അതിൽ നിന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു വിടുതലും പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രാജാവ് അത് അറിഞ്ഞുകൊണ്ട് ദേശത്ത് സംഭവിച്ച അത്ഭുതം അറിയാനായിട്ട് വന്ന ആൾക്കാരോട് കാണിച്ചു കൊടുക്കുന്നത് അവന്റെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പ്രസ്താവിക്കുന്നത്, നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്തെന്നാ അവനെ കാണിക്കുവാൻ അറിയേണ്ടതിന്, അത് എന്താണെന്ന് അറിയുവാൻ തക്കവണ്ണം ദൈവം പരീക്ഷിക്കേണ്ടതിനായിട്ട് വിട്ടുകൊടുത്തിയ ഒരു ഇൻസിഡന്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നത് അവന്റെ സമ്പത്തും പുകഴ്ചയും അവന് ലഭിച്ച നന്മകളുമായിരുന്നു. ഒരു സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. മറ്റു ശത്രുക്കൾ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയതാ. പക്ഷേ ഇതിന്മേൽ ഇതൊക്കെ വീണ്ടും തിരിച്ചു കൊടുത്ത ആരാ? ദൈവമാണ് ഇതൊക്കെ തിരിച്ചു കൊടുത്തത്. അത് ഈ വചനത്തിൽ തന്നെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. 22-ാം വാക്യം ദിനവൃത്താന്തം 32-ന്റെ 22-ാമത്തെ വാക്യത്തിൽ യെരൂശലേം നിവാസികളെയും അശൂർ രാജാവായ സൻഹേബിന്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷിച്ച് അവർക്ക് ചുറ്റിലും വിശ്രമം നൽകി. 23 വായിച്ചു. പലരും യെരൂശലേമിൽ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദ രാജാവായ ഹിസ്കിയാവിനു വിശേഷ വസ്തുക്കളും കൊണ്ടുവന്നു. അവൻ അന്നു മുതൽ സകല ജാതികളുടെയും ദൃഷ്ടിയിൽ ഉന്നതനായി തീർന്നു. അവന് സകല ജാതികളുടെ മുന്നിൽ ആര് കൊടുത്തിട്ട്, ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേക വാക്യമുണ്ട്, യഹൂദ രാജാവിനായ ഹിസ്കിയാവിനും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ യെരൂശലേമി യഹോവയ്ക്കും ദൈവത്തിനും ചില കാഴ്ചകൾ കൊണ്ടുവന്നു. ഇത് മുഴുവനായിട്ടാണ് ഹിസ്കിയാവ് കാണിച്ചു കൊടുക്കാൻ ഇടയായിട്ടുണ്ട്. തൻ്റെ ദൈവത്തിന് കൊണ്ടുവന്ന, ദൈവത്തിൻ്റെ നാമത്തിൽ കൊണ്ടുവന്ന അനുഭവങ്ങളുടെ നന്മകളും കൂടി തൻ്റേതാക്കി ആര് കാണിച്ചു? ഹിസ്കിയാവ് ശത്രുവിനെ കാണിച്ചു കൊടുക്കാനിടയായി. ആക്ച്വലി ഇതൊരു ചാരനായിരുന്നു എന്ന് നമുക്ക് വചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. ഈ ചാരന്മാരെ തിരിച്ചറിയുവാൻ ആർക്ക് കഴിഞ്ഞില്ല? തൻ്റെ നേരെ വന്ന പരീക്ഷണത്തെ അല്ലെ ചാരന്മാരെ തിരിച്ചറിയുവാൻ ഹിസ്കിയാവിന് കഴിഞ്ഞില്ല. ഇത് മുഴുവനും കാണിച്ചു കൊടുത്തപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? നീ എല്ലാം എന്ത് ചെയ്തു എന്ന് പ്രവാചകൻ വന്ന് ചോദിച്ചു. അവർ വന്നു, കണ്ടു, അവരെന്ത് പറഞ്ഞു? അവർ പറഞ്ഞതൊക്കെയും പറഞ്ഞു. നീ എന്തൊക്കെ ചെയ്തു? ഞാൻ മുഴുവനും കാണിച്ചു കൊടുത്തു. എന്നാൽ ഇത് മുഴുവനും നിന്റെ തലമുറ മുഴുവനും എന്തായിത്തീരും? ബന്ധനത്തിലായിത്തീരുവാനിടയായിത്തീരും. ഒരു ചെറിയ വീഴ്ച, ഒരു വീഴ്ചയിൽ എന്താ സംഭവിച്ചേ? തലമുറകൾ എന്ത് ചെയ്തു? ബന്ധനത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. താന് ചിന്തിക്കാതിരുന്ന തൻ്റെ ഹൃദയത്തിൽ നികളം കയറി വന്നപ്പോൾ മുഖസ്തുതിയിൽ വീണു പോയി എന്ന ഈ ഒരു ഭാഗത്തെ പറ്റി പറയുന്നത്. മറ്റ് കടന്നു വന്നവരുടെ മുഖസ്തുതിയിൽ ആര് വീണു? ഈ രാജാവ് വീണു പോകേണ്ടതായി. തൻ്റെ ഹൃദയത്തിൽ അന്നേരം ഉണ്ടായിരിക്കേണ്ട പാപം യഥാർത്ഥത്തിൽ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കേണ്ടതിന് പകരം തനിക്ക് ലഭിച്ച സമ്പത്തിൻ്റെയും മറ്റിൻ്റെയും അഹങ്കാരത്തിൽ നിന്നപ്പോൾ ആ ഹൃദയത്തിലുള്ളത് കാണിക്കുവാൻ തക്കവണ്ണമായി ദൈവം കൊടുത്ത പരീക്ഷണത്തിൽ ഹിസ്കിയ രാജാവ് വീണു പോകാനിടയായി തീർന്നു. ആ വീഴ്ചയിൽ 2 വീഴ്ച അതിന് മെയിനായിട്ട് പറയുന്നത്. നമ്മളത് പറഞ്ഞു. ആ വീഴ്ച കാരണം തൻ്റെ തലമുറകൾ എത്ര നാളുകൾ അവർ ബന്ധനസ്ഥിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പുകളും ഇന്ന് നമ്മൾ കേട്ടപോലെ നമ്മുടെ വാഴ്ചകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രവാചകൻ പറഞ്ഞു, ദൈവം പറഞ്ഞു, യഹോവ പറഞ്ഞു, നിന്റെ കാലത്ത് അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിന്റെ തലമുറയ്ക്ക് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നിന്റെ ഹിതം പോലെ ആയിക്കോട്ടെ ദൈവമേ, എൻ്റെ സമയത്തല്ലല്ലോ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നൊരു കാര്യം. സെയിം ഇതേ രീതിയാണ് ഏലി പുരോഹിതൻ ദൈവത്തിൻ്റെ ആലോചനയോട് പറഞ്ഞ പ്രതികരണം എന്ന് പറയുന്നത്. ദൈവമേ, നീ ദൈവമല്ലോ, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ തൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞപ്പം അവിടെയും ഏലി പുരോഹിതന് സംഭവിച്ച കാര്യം എന്തായിരുന്നു? തൻ്റെ മക്കൾ തെറ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ യാഗങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്ന് അറിഞ്ഞിട്ടും അതിനെ ഒന്ന് തിരുത്താൻ ഇദ്ദേഹം മനസ്സ് കാണിച്ചില്ല. ദൈവം ആരെന്നറിയുന്ന, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനാണ്. ഒരു സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്ന വ്യക്തിയാണ്. ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വ്യക്തിയാണ്.
തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മാതൃകയുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ഒരു ദൈവിക അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഇവർ തെറ്റ് ചെയ്യുന്നെന്ന് അറിഞ്ഞിട്ടും അത് ഒരു വാക്കും പറഞ്ഞില്ല. അപ്പൊ ദൈവം തന്ന ആ ഒരു മറുപടിക്ക് അല്ല ദൈവം കൊടുക്കുന്ന ആ ഒരു പ്രവചനത്തിന് തിരിച്ചിവർക്ക് പറയാനൊന്നും കഴിയില്ല. ദൈവം ഇതിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കാരണം തെറ്റ് പറ്റിപ്പോയി എന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലേ. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഭാഗമായിരുന്നു. അവിടെ നമ്മൾ തിരുത്താതിരുന്നപ്പോൾ പുരോഹിതൻ അത് റിസീവ് ചെയ്യാനേ കഴിയുള്ളൂ. ഇത് തന്നെ ഇദ്ദേഹത്തിന് ആദ്യം എന്തും സംഭവിച്ചു. ആദ്യം രോഗം സംഭവിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവമേ നീ അറിയുന്നു ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വാദിക്കായിരുന്നു. പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം തെറ്റ് പറ്റിപ്പോയി. വിട്ടുകൊടുക്കേ. നമ്മുടെ തലമുറമേൽ നമ്മൾ ചെയ്യേണ്ടത് വലിയ ഒരു നിക്ഷേപം നമ്മൾ ഒരുക്കി വെക്കണം. അത് ശാപത്തിൻ്റെതാകരുത്. നമ്മുടെ പ്രവൃത്തികൾ ഒരിക്കലും നമ്മുടെ തലമുറയ്ക്ക് കൈമാറേണ്ടത് ഒരിക്കലും ഒരു ശാപത്തിൻ്റെതാകരുത്. ഇവിടെ പലവരും നമ്മൾ ആദ്യ വാക്യത്തിൽ വായിച്ചപ്പോഴേ പറഞ്ഞു, എൻ്റെ ദാവീദിനു മൂലമുള്ള എൻ്റെ വാഗ്ദത്ത പ്രകാരം, ദാവീദിനോടുള്ള എൻ്റെ വാഗ്ദത്ത പ്രകാരം ഞാൻ എന്തിനാ ഓരോ വെട്ടം ഇവരെ രക്ഷിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മനുഷ്യ കടന്നു വന്നു. മനുഷ്യ ഭയങ്കര ദുഷ്ടനായിരുന്നു തുടക്കത്തിൽ. പക്ഷെ അവസാനം മനുഷ്യ എന്തായി? ദൈവത്തിന് വേണ്ടി ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി. അവിടെയും കാണിക്കുന്ന ഒരു കൃപയുണ്ടല്ലോ, പണ്ട് ദാവീദിനോട് ചെയ്തതാണ്. നമ്മൾ തലമുറയ്ക്ക് കൊടുക്കേണ്ട അനുഗ്രഹം അതായിരിക്കണം. ഓരോ വ്യക്തികളെ എടുത്തിട്ട് പറയണം, പണ്ട് എൻ്റെ മകൾ ഓരോ വ്യക്തികളുടെ പേര് ഞാൻ പറയാം. പണ്ട് എൻ്റെ മകൾ സോബി, അവൾ എൻ്റെ മുന്നിൽ കരഞ്ഞ കരച്ചിലുണ്ട്. അവൾ എന്നിൽ നിന്ന് പ്രാപിച്ച ഒരു വാഴ്ത്തത്വമുണ്ട്. അതാണ് അടുത്ത 2 തലമുറ കഴിഞ്ഞാലും അത് പറയുവാൻ വേദന. അവളോട് ഞാൻ ചെയ്തതാ ഇന്നത് പ്രവർത്തി. ഇന്ന് നമ്മൾ പലതും അനുഭവിക്കുന്നത് അങ്ങനെയുള്ള വാഴ്ത്തത്വങ്ങളാണ്. അല്ല പണ്ട് ഞാൻ സണ്ണിയോട് ചെയ്തതാണ് എന്ന് നമ്മളെക്കുറിച്ച് ഓർത്ത് പറയുവാൻ ദൈവത്തിന് മുന്നിൽ ചില വാഗ്ദത്തങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൈമാറുന്നത് അനുഗ്രഹത്തിൻ്റെ ചെലവുകളായിരിക്കണം, ഒരിക്കലും തെറ്റിൻ്റെ അല്ല. അതിന് നല്ലൊരു ഉദാഹരണം ഹന്നയാണ്. ഹന്നയുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടായിരുന്നു. ഭയങ്കരവിധമായ പ്രയാസങ്ങളിൽ കൂടെ ഹന്ന കടന്നുപോയി. ഓരോ ദിവസം മുറിവേൽപ്പിക്കുന്ന വാക്കുകളെ കേട്ടോ അവൾ നിലവിളിച്ചു. പല ദിവസങ്ങൾ ദൈവത്തിന് മുന്നിൽ നിലവിളിച്ചു കരഞ്ഞു. പിന്നെ അത്രമാത്രം അവളെ വേദനപ്പെടുത്തി. പക്ഷെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആലയത്തിൽ പോയിരുന്ന് മനവ്യസനത്തോടെ കരഞ്ഞപ്പോൾ ഏലി പുരോഹിതന് പോലും ഇവളുടെ വേദന മനസ്സിലാക്കാതിരുന്ന സ്ഥാനത്ത് ദൈവം അവളുടെ മറുപടി കൊടുത്തു. ആ വേദനയ്ക്ക് മറുപടി കൊടുത്തപ്പോൾ അവൾ ചെയ്ത ഒരു മാതൃകയുണ്ടല്ലോ. തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. തൻ്റെ നിന്ന് മാറി ഞാൻ ഹാപ്പിയായി. ഇനി ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ആ കുഞ്ഞിനെ എത്ര പ്രായമൊന്നും നമുക്കറിയില്ല. പക്ഷെ വളരെ കുറച്ച് പ്രായമേ ഉള്ളെന്ന് നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഉള്ള പ്രായത്തിൽ ഈ ദൈവം ആരെന്നുള്ള നല്ല തിരിച്ചറിവ് കൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചു. ആ കുഞ്ഞ് സമൂഹത്തിൽ തന്നെ, അതായത് ഏലി പുരോഹിതൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഹന്ന ചെയ്തത്. തൻ്റെ സമൂഹം, ആ ഒരു ദേശം ഒക്കെയും നശിച്ചു പോകേണ്ട സ്ഥാനത്ത് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായി ആ ഇസ്രായേൽ രാജ്യത്തെ നടത്തുന്ന ഏറ്റവും നല്ല ന്യായാധിപതിയായി നിന്ന ഒരാളായിരുന്നു ആര്? ശമൂവേൽ പ്രവാചകൻ. ആ ശമൂവേൽ പ്രവാചകനെ ഒരു വേദനയുടെ മറുപടിയായി ഹന്ന കൊടുത്തതാണ്. തൻ്റെ ദൈവത്തിന് കൊടുത്ത ഏറ്റവും കൃതാർത്ഥമായി കൊടുത്ത സമ്മാനമാണത്. നമ്മുടെ ഓരോ ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോ വേദനയുടെ നടുവിലും നമ്മുടെ ഓരോ പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവം നമുക്ക് വിടുതലുകൾ നൽകും. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉള്ളത് ആദ്യം കേട്ടതുപോലെ ആരാണ്? യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനായ ഒരു യഹോവയാണ് നമ്മളോടുള്ളത്. നമ്മുടെ ഒരു പ്രശ്നങ്ങളും ഒരു പരിഹാരമില്ലാതെ പോവുകയില്ല. ഒരു പ്രശ്നങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിക്കാതെ പോവുകയില്ല. നമ്മുടെ കൂടെ ക്രിസ്തു ഉണ്ടോ, ദൈവമുണ്ടോ, നമുക്ക് യുദ്ധം ചെയ്യാനായി ദൈവം ഉള്ളിടത്തോളം കാലം നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടി ലഭിക്കാതെ പോവുകയില്ല. എന്നാൽ മറുപടി ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേണ്ട അവൻ ചെയ്ത ഉപകാരങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത് താഴ്മയുള്ള ഹൃദയമായിരിക്കണം. ദൈവത്തെ സ്തുതിക്കുവാനുള്ള മനസ്സായിരിക്കണം. നമ്മൾ നിരന്തരം കുഞ്ഞുങ്ങളോടായ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് നടത്തിയ ദൈവത്തെ കുറിച്ചുള്ള വഴികളെ കുറിച്ചാണ്. ആ ദൈവം എത്ര വലിയവനാണെന്നുള്ള സാക്ഷ്യമായിരിക്കണം. അത് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ എന്നും ആ തലമുറകൾ എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടു തന്നെ ഇരിക്കും. അവർ ഏത് വിഷയത്തിന്മേലും തളരുകയില്ല. അവർ ഉറപ്പും ശക്തിയുള്ളവരാണ്. നമുക്കിന്ന് കേട്ട വചനത്തിന് മുമ്പായി
നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മൾ ചെയ്ത ദൈവം തന്ന ഉപകാരങ്ങൾക്കൊത്തവണ്ണം നന്ദിയുള്ളവരായിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് വരെ നമ്മൾ ഇന്ന് സംസാരിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ, നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ലെങ്കിൽ, പലപ്പോഴും മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയൊക്കെ ഇന്ന് പോകാം. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ തളർന്നിരിക്കുന്ന വ്യക്തികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ, പ്രശ്നങ്ങളായി നമ്മുടെ അടുത്ത് വരുമ്പോൾ, നമുക്ക് നമ്മളെ നടത്തിയ ദൈവത്തെക്കുറിച്ച് അവരോട് സംസാരിക്കണം. അവൻ്റെ നാമം മഹത്വപ്പെടുവാൻ, അനേകരിലേക്ക് ഈ നാമം എത്തിക്കുവാൻ തക്കവണ്ണം നമ്മളെ അവനൊരു ഉപകരണമായി അവൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ തക്കണം. നന്ദിയുള്ള ഹൃദയത്തോടായിരിക്കും അവരെ ദൈവം സഹായിക്കട്ടെ.